ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളുകളായിരിക്കുമല്ലോ നമ്മളെല്ലാവരും. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഒരു ഗ്യാങ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്കെന്ന് പറയാനായിട്ട് എപ്പോൾ വീക്കെൻഡ് കിട്ടിയാലും നമ്മൾ ആ ടൈമിൽ എവിടെയൊക്കെ പോകാനായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യും. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കില്ല. നമ്മൾ ഓൺ ദ സ്പോട്ടാണ് നമുക്ക് എവിടെ പോകണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ വീക്കെൻഡ് ഞങ്ങൾക്ക് 2 കാറ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ എവിടെ പോകണം എന്നിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയൊരു സ്പോട്ടാണ് നമ്മളുടെ ദുബായിലുള്ള ലവ് ലേക്ക്. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള കടയിൽ നിന്നും ഞങ്ങൾ നൈറ്റിലേക്ക് കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് ഞങ്ങൾ നേരെ ലവ് ലേക്കിലേക്ക് പോവുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉള്ള ഒരു ട്രാവലാണ് നമ്മൾ പോകുന്നത്. എന്നിരുന്നാലും നമ്മൾ പുറത്തുള്ള വ്യൂ ഒക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അതൊക്കെ ഒരു ചെറുതായിട്ട് ഇങ്ങനെ ഞങ്ങൾ കണ്ടുപോയതേ ഉള്ളൂ. നമ്മളുടെ ആ റോഡ് വ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോഴേ നമ്മൾ പോകുന്ന വഴിക്ക് ഇടയ്ക്ക് ഒരുപാട് റൗണ്ട് അബൌട്ടും കാര്യങ്ങളൊക്കെ വരുന്ന കാരണം ഞങ്ങൾക്ക് ചെറുതായിട്ട് വഴിയൊക്കെ ഒന്ന് മാറിപ്പോയി. എന്നാലും കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ വീണ്ടും ലവ് ലേക്കിലേക്കുള്ള റൂട്ടിലെത്തി കേട്ടോ. എന്നിട്ട് നമ്മൾ വീണ്ടും പോവുകയാണ്. അപ്പം നമ്മൾ മെയിൻ റോഡ് മാറി നമ്മൾ ഓഫ് റോഡിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓഫ് റോഡിലേക്ക് കയറിയതിന് ശേഷം നമുക്ക് അത്യാവശ്യം നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ടിലൂടെ വരുന്ന വണ്ടി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് തന്നെ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അവിടെ ഒരു അടുത്തുള്ളൊരു കഫേയൊക്കെ കണ്ടുപിടിച്ചു. എന്നിട്ട് ഞങ്ങൾ ആ കഫേയെ ബേസ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെയുള്ള അടുത്ത റൂട്ട് വീണ്ടും തിരഞ്ഞു പിടിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ലവിലേക്ക് ലക്ഷ്യമാക്കി ഞങ്ങൾ കാർ ഓടിച്ച് വീണ്ടും പോയി. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ ഇവർ ഈ ചെയ്തേക്കുന്ന ടെൻറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ആളുകൾ അവിടെ ഇവിടെയും ടെൻറ്റ് അടിച്ചേക്കുന്നതും അവർ പാട്ടും അങ്ങനെ പരിപാടികളൊക്കെ ആയിട്ട് നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്നുവെച്ചാൽ എല്ലാവരും വീക്കെൻഡ് ആകുമ്പോഴത്തേന് എൻജോയ് ചെയ്യാൻ വരുന്ന ഒരു അടിപൊളി സ്പോട്ടാണിത്. അപ്പം എല്ലാവരും റിലാക്സേഷന് വേണ്ടിയാണല്ലോ കൂടുതലും ആഗ്രഹിക്കുന്നത്. നമ്മളിപ്പം വീക്ക്ലി നമുക്കൊരു 6 ഡേയ്സ് ഡ്യൂട്ടി, 1 ഡേ ഓഫ് അങ്ങനെയാണല്ലോ എല്ലാവർക്കും വരുന്നത് ഇവിടെ. അപ്പം ആ 1 ഡേ ഓഫ് എന്ന് പറയുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻജോയ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. കൂടുതലായിട്ടും ട്രാവൽ ചെയ്യും, ഫുഡ് കഴിച്ചും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്താണ് എല്ലാവരും എൻജോയ് ചെയ്യുന്നത്. അപ്പം നമുക്കിവിടെ എവിടെ ചെന്നാലും അവിടെ ഫുള്ള് ആളുകൾ അവരുടേതായിട്ടുള്ള രീതികളിൽ എൻജോയ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ലവ് ലേക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ലേക്ക് വരുന്നത് ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിലാണ് കേട്ടോ. അത്രയ്ക്ക് നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. ഇവിടെ ഒരുപാട് ആൾക്കാർ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അത് മാത്രമല്ല നമുക്ക് ഇപ്പം ഈ വെഡ്ഡിങ്ങിന് സേവ് ദ ഡേറ്റ് ഒക്കെ ചെയ്യാനായിട്ട് ഒരു അടിപൊളി സ്പോട്ടാണിത് കേട്ടോ. ഒരുപാട് പേര് വന്ന് ചെയ്തിട്ട് പോകുന്നവരുണ്ട്. കൂടുതലും ഇവിടെ ആളുകൾ കാണുന്നത് നമ്മുടെ വിൻ്റർ സീസണിലാണ് കേട്ടോ. വിൻ്റർ സീസണിലെ ആ തണുപ്പും ഒക്കെ എൻജോയ് ചെയ്യാനായിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ സമ്മർ സീസണിൽ ആളുകൾ കുറവാണ്. എന്നാലും നമുക്ക് ആളുകളെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ നേരെ നടക്കുകയാണ് കേട്ടോ. ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ഹാർട്ട് ഷേപ്പിലാണ് ഈ ലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എൻഡിൽ നിന്നാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഞങ്ങൾ കറക്റ്റ് ആ ഹാർട്ടിലൂടെയാണ് ഞങ്ങൾ നടക്കുന്നത്. അപ്പം ഈ പോകുന്ന വഴിക്ക് നമുക്ക് അരയന്നത്തിനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല ഭംഗിയാണ് ഓരോ കാഴ്ചകളും കാണാനായിട്ട്. അപ്പം ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കാൻ സ്റ്റാർട്ട് ചെയ്തു. കാർ ഞങ്ങൾ ഒരു സൈഡിൽ പാർക്ക് ചെയ്തു കേട്ടോ. അത് പാർക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ നടക്കാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ എല്ലാവരും ഉണ്ട്, എല്ലാവരും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് നമ്മുടെ ഹാർട്ടിൻ്റെ സെൻറ്ററിലെത്തിയിട്ടുണ്ട്. അതായത് ലവ് ലേക്കിൻ്റെ സെൻറ്ററിൽ. എന്നിട്ട് ഞങ്ങൾ ലവ് ലേക്കിൻ്റെ സെൻറ്ററിൽ നിന്ന് നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് പോകണമെങ്കിൽ ഒരു ആ ലേക്ക് നമ്മൾ ക്രോസ് ചെയ്യണം. അപ്പം അത് ക്രോസ് ചെയ്യുക വെച്ചാൽ കുറച്ച് പാടാണ്. കാരണം ഫുള്ള് പായലായിട്ട് നിൽക്കുകയാണ്. അപ്പം നമ്മൾ എങ്ങനെയാണ് നമ്മൾ തെന്നി വീഴും.
അങ്ങനെ നമ്മൾ ആ സെൻറ്റർ ക്രോസ് ചെയ്ത് നമ്മൾ അപ്പുറത്തെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്, ലവ് ലേക്കിൻ്റെ മറുവശത്ത്. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ റീൽസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സ്പോട്ടാണ് ഇപ്പം ഇതിനകത്ത് കാണുന്നത്. അപ്പം ഇതെന്ന് പറയുമ്പോൾ ഈ മെയിൻ ഇത് ക്രോസ് ചെയ്തിട്ട് നമ്മൾ ആ ചെല്ലുന്നത് ഒരു സെൻറ്ററിലാണ്. ആ സെൻറ്ററിൽ എന്ന് പറയുമ്പോഴത്തേന് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് കഴിയുമ്പോൾ നമുക്ക് ആ ലേക്ക് ഫുള്ളോടെ കാണാൻ പറ്റും. അത്രയ്ക്ക് നല്ല വ്യൂ ആണത്. അപ്പം ഒരുപാട് വന്ന് ഇവിടെ നിൽക്കാൻ ആഗ്രഹിച്ചൊരു സ്പോട്ടാണിത് കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പം അതിൻ്റെ ആ സെൻറ്ററിൽ നമ്മൾ നിന്ന് കഴിയുമ്പോഴത്തേന് നമുക്ക് ലേക്കിൻ്റെ 2 സൈഡിലുള്ള ഒരു അടിപൊളി വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആ സെൻറ്ററിൽ നിന്ന് കഴിയുമ്പോൾ എവിടെ നോക്കിയാലും ഹാർട്ടിൻ്റെ ഷേപ്പുകളാണ് കേട്ടോ. ഹാർട്ടിൻ്റെ ഷേപ്പിലാണ് അവരെല്ലാം ചെയ്തേക്കുന്നത്. അതിനകത്ത് നമുക്ക് ഒരുപാട് അട്രാക്റ്റീവായിട്ടുള്ള വ്യൂസാണ് എപ്പോഴും അവിടെ നിന്ന് കിട്ടുന്നത്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തു കേട്ടോ. അപ്പം നേരം ചെറുതായിട്ട് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അന്നേരം ആ വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ലവ് ലേക്കിൽ തന്നെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറെ സ്ഥലത്തോട്ടാണ് പോയത്. അവിടെ എന്ന് പറയുമ്പോഴത്തേനും കൂടുതലും ആൾക്കാർ ഈ സേഫ് ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണ്. അപ്പം അതെന്ന് പറയുമ്പോഴത്തേനും നല്ല ഭംഗിയാണ് കേട്ടോ പ്ലേസ് കാണാനായിട്ട്. അവിടെ നമുക്ക് ഇരിക്കാനുള്ള ചെയർസും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഹാർട്ടിൻ്റെ നല്ലൊരു ഷേപ്പ് ഒരു തടിയിൽ ചെയ്തിട്ടുണ്ട്. അതൊരു ഡിഫറെൻറ്റ് കളേഴ്സിനാണ് അവർ ചെയ്തിട്ടുള്ളത്. കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ അവിടെ നമുക്ക് റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റും. പിന്നെ അവിടെ നിന്ന് തന്നെ നമുക്ക് ബാക്കിയുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ അവിടെ വന്നിട്ട് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. എന്നിട്ട് ഞങ്ങളവിടെ വന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ നേരം ചെറുതായിട്ട് വിളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങി. അപ്പോഴാണ് നമ്മുടെ ലവ് ലേക്കിൻ്റെ ഒരു റിയൽ വ്യൂ നമുക്ക് കിട്ടുന്നത്. അപ്പം എവിടെ നോക്കിയാലും ഞാൻ പറഞ്ഞില്ലേ ഹാർട്ടാണെന്നുള്ളത്. അപ്പോൾ ഹാർട്ട് മാത്രമല്ല, നമ്മുടെ സൂര്യൻ ഉദിച്ച് വരുന്ന ആ വ്യൂവും പിന്നെ അതേ കണക്ക് തന്നെ ആ ലേക്കിൻ്റെ ആ കറക്റ്റ് ഷേപ്പും പിന്നെ ആ പച്ചപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പം അത് കാണാൻ തന്നെ അത്യാവശ്യം നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലേക്കിൻ്റെ സെൻറ്ററിൽ പോയിട്ട് നിന്ന് നൈറ്റിലെടുത്ത വ്യൂ അത്രയ്ക്ക് ക്ലിയർ ആയിട്ടില്ലായിരുന്നു. അത് കാരണം നമ്മൾ അതിൻ്റെ മോർണിംഗ് വ്യൂ നമ്മൾ എടുക്കുന്നുണ്ട്. നമ്മൾ വീണ്ടും ലേക്കിൻ്റെ സെൻറ്ററിൽ പോയിട്ട് നമ്മൾ ആ മോർണിംഗ് വ്യൂ നമ്മൾ എടുത്തു. അപ്പം മോർണിംഗ് വ്യൂ എന്ന് പറയുമ്പോഴത്തേന് ഞാൻ പറഞ്ഞു നൈറ്റിൽ ഞാൻ പറഞ്ഞായിരുന്നു ഹാർട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന്. പക്ഷേ അത് അത്രയ്ക്ക് ക്ലിയർ അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഹാർട്ട് നല്ല ക്ലിയറോടുകൂടി നമുക്ക് കിട്ടും. അതേ കണക്ക് തന്നെ നമ്മുടെ ലേക്കിൻ്റെ സെൻട്രലായിട്ടൊരു വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ വരുന്നത്. അത് ഹാർട്ട് ഷേപ്പിലാണ് ആ വെള്ളച്ചാട്ടം വരുന്നത്. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണ് കുളിർമയൊക്കെ മറ്റൊരു കാഴ്ചയാണ് വർണ്ണ മത്സ്യങ്ങൾ. അതായത് പല കളറുള്ള മത്സ്യങ്ങൾ. അതൊക്കെ നല്ല ഭംഗിയാണ്. അതൊക്കെ നമ്മൾ മോർണിംഗ് വ്യൂസിലാണ് അതൊക്കെ കൂടുതലായിട്ടും കാണാൻ പറ്റുന്നത് കേട്ടോ. ആ പച്ച അതായത് പായലിൻ്റെ ആ പച്ച നിറവും അപ്പോൾ അതിനകത്തെ വെള്ളം, അപ്പോൾ വെള്ളം എന്ന് പറയുമ്പോൾ പച്ച കളറിലാണ് കംപ്ലീറ്റ്. അപ്പോൾ അതിനകത്തുള്ള ഈ മത്സ്യങ്ങൾ വർണ്ണ മത്സ്യങ്ങൾ കാണാനായിട്ട് നല്ല ഒരു വ്യൂ ആണത്. അപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം അതിങ്ങനെ ആസ്വദിച്ച് നിന്ന് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ലേക്ക് ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിൽ പോയി. അപ്പം അപ്പുറത്തെ സൈഡിൽ പോയതിന് ശേഷം ഞങ്ങൾ ആ ലേക്കിൻ്റെ ഒരു കംപ്ലീറ്റ് വ്യൂ എടുക്കുന്നുണ്ട്. അപ്പം മോർണിംഗ് വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല രസമായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ആ വ്യൂ മൊത്തം നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും നടക്കുകയാണ്. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഒരു പീക്കോക്കിനെ കാണുന്നുണ്ട്. പീക്കോക്ക് ഒരു മരത്തിൻ്റെ അതായത് ഒരു മുറിച്ച മരത്തിൻ്റെ മുകളിൽ കയറി ഇരിക്കുന്നുണ്ട്. എന്നിട്ട് മുകളിൽ ഇരുന്നിട്ട് അതിങ്ങനെ എന്താ പറയണ്ടേ ആ മോർണിംഗിൻ്റെ
സൗന്ദര്യം അതും ആസ്വദിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ പോകുന്ന വഴിക്ക് അവർ ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള ഓരോ സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. ആ സ്ട്രക്ചറിൽ അവർ കുറേ ഇതേ കണക്ക് നമ്മുടെ ചെടികളും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കെയാണ്. ആ ചെടികളെന്ന് പറയുമ്പോഴത്തേനെല്ലാം ഞാൻ പറയട്ടെ, കൂടുതലായിട്ടും നമ്മുടെ ഈ ബൊഗെയിൻവില്ലയാണ് കേട്ടോ. അതിൻ്റെ പല തരത്തിലുള്ളതാണ്. അപ്പം ഇപ്പം ഞങ്ങൾ കൂടുതലായിട്ടും ബൊഗെയിൻവില്ലകൾ അത് വെച്ച് അതിൻ്റെ ഷേപ്പിന് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ കളേഴ്സൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ആ ലേക്കിൽ കൂടുതലായിട്ടും കണ്ടത് ഈ വർണ്ണ മത്സ്യങ്ങളാണ്. മോർണിംഗ് വ്യൂസിൽ ഏറ്റവും കൂടുതൽ വരുന്നത് വർണ്ണ മത്സ്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ അരയന്നവും പിന്നെ കുറേ പക്ഷികളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. അപ്പം ശരിക്കും നൈറ്റിനെക്കാട്ടിലും കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന മോർണിംഗ് വ്യൂസാണ്. മോർണിംഗ് വ്യൂസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് നമുക്കൊരു അറൗണ്ട് ഒരു 10 o'clock വരെയൊക്കെ നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ അതിനുശേഷം അത്യാവശ്യം നല്ല ചൂടും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങും. പിന്നെ ഒരു ഈവനിങ് ടൈമാണ്. ആഫ്റ്റർ ഒരു 4 o'clock ആകുമ്പോഴത്തേനും ആ ചൂടൊന്ന് കുറഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ ഈവനിങ് വ്യൂ എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. അത്രയ്ക്ക് നല്ലതാണ്. അപ്പം പോകുന്നതിനെക്കാട്ടിലും വളരെ ഭംഗിയാണ് നമ്മൾ തിരിച്ചു വരുന്ന ആ വ്യൂസ്. തിരിച്ച് നമ്മൾ ഓഫ് റോഡിലുള്ള വ്യൂസ് കാണാൻ നല്ല ഭംഗിയാണ്. തിരിച്ച് വരുമ്പോഴുള്ള ആ റൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതൊക്കെ കാണാനും നല്ല ഭംഗിയാണ്. കാരണം ആ കാറുകളൊക്കെ കിടക്കുന്നതും അവിടെ എല്ലാം അടിച്ചിരുന്ന ടെൻറ്റും കാര്യങ്ങളും എല്ലാവരും കിടന്ന് നല്ല ഉറക്കം കൊണ്ടുപോകുന്നു. അപ്പം ഞങ്ങൾ വളരെ സ്പീഡിലാണ് തിരിച്ചു വരുന്നത്. കാരണം നമുക്ക് കൂട്ടത്തിലുള്ള നമ്മുടെ ഒരു ഫ്രണ്ടിന് ഡ്യൂട്ടി ഉണ്ട്. അപ്പം ഫ്രണ്ടിനെ കൊണ്ട് ഈ ഡ്യൂട്ടി സ്ഥലത്താക്കണം. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിസാഹസികമായിട്ട് ഞങ്ങൾ ഓഫ് റോഡ് കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾ മെയിൻ റോഡിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ മെയിൻ റോഡിലൂടെ വളരെ റോഡൊക്കെ ആസ്വദിച്ച് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ടിനെ കൊണ്ട് ഞങ്ങൾ ഡ്യൂട്ടി സ്ഥലത്തെ ആക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടാറ്റയൊക്കെ പറഞ്ഞു. അപ്പം നിങ്ങൾ എല്ലാ ദിവസവും ഞങ്ങളുടെ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേ കണക്ക് തന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. പിന്നെ അപ്പം ഞങ്ങൾ പുതിയ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ, സീ യു.